ചില മൂവീസിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും എന്തിനാണ് ഇപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട്. കാരണം ഫസ്റ്റ് പാർട്ട് തന്നെ ഒരു ക്ലാസിക് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇനി സെക്കൻഡ് പാർട്ടും കൂടി റിലീസ് ചെയ്ത് അതിന്റെ പേരും കൂടി ഇല്ലാതാക്കണമെന്നായിരിക്കും നമ്മൾ വിചാരിക്കണം. പക്ഷെ ചില ടൈംസിൽ ആ ഒരു സെക്കൻഡ് പാർട്ട് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വന്ന മൂവീസും ഉണ്ട്, ചിലത് വർക്കാവാതെയും പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവി ഗ്ലാഡിയേറ്ററിലോട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു റോമൻ എംപയർ, ആ ഒരു ക്യാരക്ടേഴ്സ്, ആ ഒരു മൂവിയുടെ വേൾഡ് ബിൽഡ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസന്റേഷൻ, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഒരു മൂവിയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ തന്നെ 90s കിഡ്സിൻ്റെ ചോദിച്ചാൽ അറിയാം ആ ഒരു ഗ്ലാഡിയേറ്റർ എന്ന മൂവി തന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യം. കാരണം ആ ഒരു കാലത്ത് തന്നെ വൺ ഓഫ് ദ ക്ലാസിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമ്മൾ അതുവരെ കണ്ടിരുന്ന ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു സ്റ്റോറിയും പ്രസന്റേഷനും നരേഷനും ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള ഫൈറ്റും അല്ലെങ്കിൽ റോമൻ എംപയറും അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ കണ്ടു വളർന്ന ഒരുപാട് മൂവീസിലെ ടോപ്പിക് ആണെന്ന ഒരു മൂവിയും കൂടിയാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത്. ഗ്ലാഡിയേറ്റർ, ജുറാസിക് പാർക്ക്, സ്റ്റാർ വാർസ്, ജോസ്, സ്പൈഡർമാൻ, ടെർമിനേറ്റർ, എക്സ്മാൻ, അങ്ങനത്തെ ആ ഒരു ടൈമിൽ ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഉണ്ടല്ലോ. അതായത് നമുക്ക് കഥയോ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല. ചിലപ്പം ജുറാസിക് പാർക്ക് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് എന്താണെന്നുള്ള കാര്യം. ബാക്കി ഇതുപോലത്തുള്ള ഒരുപാട് മൂവീസ് ഒക്കെ വരുമ്പോൾ അതിന്റെ സ്റ്റോറി ലൈൻ എന്താണെന്നോ അല്ലെങ്കിൽ അവർ സംസാരിക്കണം എന്താണെന്നോ ഒന്നുമല്ല, ആ ഒരു ഫൈറ്റും അല്ലെങ്കിൽ അതിന്റെ വിഷ്വലും ആ ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ മൂവിയുടെ എക്സിക്യൂഷൻ ഉണ്ടല്ലോ അത് കാണാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫീൽ ആയിക്കൊണ്ടത്. പക്ഷെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഈ ഒരു മൂവി ഒന്നും കൂടി ഇരുന്ന് കണ്ടപ്പോഴാണ് ഓക്കെ ഇതാണ് സ്റ്റോറി. ശരിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു മൂവിയുടെ ഒരു സീക്വൽ അതും 24 വർഷത്തിന് ശേഷം വരും എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല. ആൻഡ് ഈ ഒരു മൂവിയുടെ സീക്വൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് റിലീസായി വിത്തിൻ ഒരു 2 വർഷത്തിനകത്ത് തന്നെ വരാനിരുന്നതാണ് ഗ്ലാഡിയേറ്റർ 2 ആയിട്ട്. കാരണം അപ്പോൾ ആ ഒരു മൂവി വന്നിരുന്നെങ്കിൽ അതിന്റെ സ്റ്റോറി ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന്റെ മരണശേഷം അയാളുടെ ആഫ്റ്റർ ലൈഫിൽ നടക്കുന്ന കുറെ ഇവന്റ്സ് ആണ് സംസാരിച്ചിരുന്നത്. പക്ഷെ അന്ന് ആ ഒരു മൂവി ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റാത്ത ഇത്രയും ടൈം എടുത്തിട്ടാണ് 2024 ഇപ്പോൾ റിലീസ് ആവുന്ന മൂവി. ഈ ഒരു ഗ്ലാഡിയേറ്റർ 2ന്റെ സ്റ്റോറി എന്ന് പറയുന്ന സെയിം ആസ് ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെയാണ്. അതിൽ മാക്സിമസ് എന്ന ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും അയാൾ ഗ്ലാഡിയേറ്റർ ആയിട്ട് മാറുന്നതും അല്ലെങ്കിൽ അയാൾ വെഞ്ചൻസിന് വേണ്ടി വരുന്നതും സോ അങ്ങനത്തെ സെയിം സ്റ്റോറി തന്നെയാണ് ഈ ഗ്ലാഡിയേറ്റർ 2ലും സംസാരിക്കുന്നത്. ആ ഒരു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മളെ ഗ്ലാഡിയേറ്റർ 1ലെ ആ ഒരു എംപറർ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ മോളുണ്ട് ലൂസിലിയ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരന്റെ മോനായിട്ട് വരുന്ന ലൂസിയസ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. പ്രസന്റ് ഉള്ള എംപററിന്റെ ഒരു വാരിയർ ആയിട്ടുള്ള മാർക്കസ് എന്ന് പറയുന്ന ലൂസിയസിനെ പിടിച്ചുകൊണ്ട് പോയി സ്ലേവറിൽ ഇടും. സ്ലേവറിൽ ഇട്ടതിനു ശേഷം പുള്ളിക്കാരൻ ഗ്ലാഡിയേറ്റർ മാറിയിട്ട് ആ ഒരു വെഞ്ചൻസ് ചെയ്യാൻ വരും. സെയിം ആണ് സ്റ്റോറി. ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നടന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സെക്കൻഡ് പാർട്ടിലോട്ട് വന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്തു. ആ ഒരു പുതിയ ക്യാരക്ടേഴ്സും ആ ഒരു സിറ്റുവേഷൻസും അല്ലെങ്കിൽ ആ ഒരു ഇവന്റ്സ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റോറിയും കണ്ടന്റ് ഒക്കെ സെയിം ആണെങ്കിലും ഇതിലെ ക്യാരക്ടേഴ്സ് ആയാലും പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പൊളിറ്റിക്സ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ എൻ്റയർ എക്സിക്യൂഷൻ ആയാലും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു മൂവി മെയിൻലി ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മൂവീസ് സെയിം സ്റ്റോറിയിൽ വരുന്ന അല്ലെങ്കിൽ സെയിം ത്രെഡിൽ വരുന്ന ഒരുപാട് മൂവീസ് ആ ഒരു ഗ്ലാഡിയേറ്റർ 1ന് ശേഷം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലോട്ട് വരുമ്പോൾ സെയിം നമ്മൾ ഫസ്റ്റ് എന്താണ് കണ്ട് അതേപോലെ ഒരു സ്റ്റോറി റീസ്ട്രക്ചർ ചെയ്ത് പുതിയ ക്യാരക്ടേഴ്സിനെയും പുതിയ ഇവന്റ്സും പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഇതിന്റെ സ്റ്റോറി നരേഷനൊക്കെ സെയിം ആണെങ്കിലും ആ ഒരു പ്രസന്റേഷനും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 24 വർഷത്തിന് ശേഷമുള്ള ആ ഒരു സ്റ്റോറിയും ആ ഒരു റീക്രിയേഷനും പ്രസന്റേഷനും ആ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂഷനും അല്ലെങ്കിൽ ആ ഒരു വിഷ്വലൊക്കെ ആയിരിക്കും ഈ ഒരു മൂവിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മെയിൻലി എടുത്തു പറഞ്ഞ കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ്. കാരണം ഫസ്റ്റ് പാർട്ട് എന്തായാലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് വരുന്ന റൈഡി സ്കോട്ടിന്റെ പടമാണ്. ആ ഒരു സ്റ്റോറി ലൈൻ, ആ റോമൻ എംപയർ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സും നരേഷനും സോ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇതിന്റെ സ്റ്റോറിയും കോണ്ടന്റും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും ദ വേ ഓഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന ഒരുപാട് കിടില മൂവീസിലുള്ള ഒരു മൂവിയുടെ ഒരു സെക്കൻഡ് പാർട്ട് അതേ ഒരു സ്റ്റൈലിലും അതേ ഒരു പ്രസന്റേഷനിലൊക്കെ വരുമ്പോൾ അഫ്കോഴ്സ് അത് വേറെ ലെവലായിരിക്കും. അങ്ങനെ ആകണം. കാരണം ട്രെയിലറൊക്കെ ആ ഒരു ഫീലും ആ ഒരു വൈബൊക്കെ തരുന്നുണ്ടായിരുന്നു. സോ എന്തായാലും മൂവിക്ക് വേണ്ടി ഒരുപാട് വെയിറ്റിംഗ് ആണ്. അത്രമാത്രം പ്രതീക്ഷയുള്ള ഒരു മൂവിയും കൂടിയാണ്. അത് ഐമാക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഞാൻ എന്തായാലും ഐമാക്സിലാണ് പോകുന്നത്. ആൻഡ് മൂവി റിലീസ് ആവുന്ന നവംബർ 15 വേൾഡ് വൈഡ് റിലീസ് ആവുന്ന എനിക്ക് തോന്നുന്നു നവംബർ 20 22 എന്തോ ആണ്. ആ ഡേറ്റ് എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ റിലീസ് ആവുന്നത് കുറച്ച് നേരത്തെയാണ്, നവംബർ 15. സോ എന്തായാലും കണ്ടു നോക്കുക. ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇതേ ഒരു പാറ്റേണിലുള്ള ഒരുപാട് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഗ്ലാഡിയേറ്റർ എന്നൊരു മൂവി കണ്ടു വളർന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആ ഒരു മൂവി തന്ന ഫീലും എക്സ്പീരിയൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ അങ്ങനത്തെ ഒരു മൂവിയുടെ ഒരു സീക്വലായിട്ട് വരുന്ന മൂവി. സോ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. ഒരുപാട് വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഗ്ലാഡിയേറ്റർ 2 എന്ന ഒരു മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.